ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ട് എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേക്കിന് പറയുന്ന പേരാണ് ഗ്രാവിറ്റി ഡിഫൈൻ കേക്ക് എന്നുള്ളത്. ഈ ഒരു മോഡൽ ചെയ്യണതിന് പറയണതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കേക്ക് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നട്ട്, അതുപോലെ ബോൾട്ട്, പിന്നെ വാഷർ, പിന്നെ അതുപോലെ തന്നെ പുഷ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വേണം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ച് സൈസിലുള്ള ഒരു ബോൾട്ട് എടുത്തിട്ടുണ്ട്. ഫുൾ ത്രെഡ് വന്നിട്ടുള്ള ബോൾട്ടാണ് കേട്ടോ. ഇത് നമുക്കിപ്പോൾ ഷോപ്പിൽ അങ്ങനെ 10 ഇഞ്ച് സൈസിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മൾ ഹാർഡ്വെയർ എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ ഷോപ്പിൽ ഹാർഡ്വെയർ ഷോപ്പിലാണ് കിട്ടുക. അവിടെ നിന്ന് നമുക്കിപ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് സൈസിലുള്ളതൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എടുത്തിട്ടുണ്ട് 12 ഇഞ്ച് സൈസിലും നമുക്ക് ബോൾട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിന് കറക്റ്റ് ആവുന്ന വാഷറും അതുപോലെ തന്നെ നട്ടും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വാഷറും നട്ടൊക്കെ നമുക്ക് ഇതിൽ വെക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ ടോട്ടൽ എണ്ണം പറഞ്ഞു തരാം. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്കൊരു ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വേണം. ബേസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹാർഡ് ബോർഡ് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡ്രം ബേസാണ്. ഇത് സാധാരണ നമ്മൾ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രം ബേസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ആയിട്ട് ഞാനിവിടെ 4 പുഷ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ബേസിൻ്റെ ചെറിയ പീസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കാരണം ഡ്രം ബേസ് നിങ്ങൾക്ക് അറിയാലോ, വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ ഈ ഒരു പുഷ് കൊടുക്കുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു കാർഡ്ബോർഡ് പോലെയുള്ള പീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബുഷ് കൊടുക്കാൻ കാരണം ഈ ഒരു നെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് അത് ഇങ്ങനെ പൊങ്ങി നിൽക്കൂലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് ഇളകി കളിക്കും, അപ്പോൾ കേക്ക് ചെരിയും. അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക പുഷ് കൊടുക്കുന്നത്. താഴായിട്ട് 4 പുഷാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രം ബേസ് ആണെങ്കിലും നോർമൽ ബേസ്, അതുപോലെ ഹാർഡ് ബോർഡ് അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് സെൻട്രലായിട്ടൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോൾട്ട് ഇറങ്ങിപ്പോണ രീതിയിലുള്ള ഹോളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബോൾട്ടും അതുപോലെ നട്ടും എല്ലാം കറക്റ്റിന് ഇരിക്കുന്ന രീതിയിൽ വേണം ഈ ഒരു ഹോള് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത് സ്റ്റാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബോൾട്ടിൻ്റെ മുകളിലായിട്ടൊരു വാഷർ കൊടുക്കുക. ഫസ്റ്റ് വാഷർ ഇട്ടതിൻ്റെ ശേഷം വേണം ബേസ് വെച്ച് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും വാഷർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഷർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ നെറ്റ് കൊടുക്കണം കേട്ടോ. ഈ നെറ്റ് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക. എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു നട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ബോൾട്ട് ഇളകി പോവും. പിന്നെ നമ്മൾ മുകളിൽ കൊടുക്കുന്ന കേക്കൊക്കെ താഴത്തേക്ക് വീഴലും എല്ലാം ഒരു പ്രോബ്ലം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം ഈ ഒരു എന്താ പറയുക ബോൾട്ടിനെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കവർ ചെയ്യണത് ഫോയിൽ വെച്ചിട്ടാണ്. ഇത് ഫുഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ കേക്ക് ഡയറക്റ്റിന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ബോൾട്ടിനെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നട്ട് വന്നിട്ടുള്ളത് അതിന് ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ കേക്ക് വെക്കുന്ന സമയത്ത് എന്താ പറയുക സേഫ് ആവാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കഴിക്കണതല്ല. അപ്പോൾ ആ ഒരു സേഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ വെക്കേണ്ട 2 ബേസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിലും അതുപോലെ 5 ഇഞ്ചിലുള്ള കേക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 1.5 കിലോ ആണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബേസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പുറത്തേക്ക് കേക്കിൻ്റെ കറക്റ്റ് സൈസിനുള്ള ബേസാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. കേക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബേസ് കാണാൻ പാടില്ല കേട്ടോ. ആ രീതിയിൽ നമ്മൾ ഈ ഒരു കേക്കിനെ ബേസിനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു ബേസിൻ്റെ സെൻറ്ററിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നട്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് ബേസ് കയറിയിരിക്കണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ ഹോളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ടൈറ്റായിട്ട് പിന്നെ കേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലെ നട്ടിൻ്റെ ഭാഗം കൂടി ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ബേസിനെ ഹോളാക്കി കൊടുക്കുക.
അപ്പോൾ ഞാൻ ആ നേരത്തെ 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ബേസില്ലേ, കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബേസിനെ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് കേക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ഈ ഒരു ബോൾട്ടിനെ ഫുള്ള് നമ്മൾ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യണം ഈ കേക്ക് വെക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് അത് ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ള് കവർ ചെയ്തതിൻ്റെ ശേഷം വേണം കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കേക്കിന് ഇതുപോലെ ബോൾട്ടിൽ കൂടെ ഇറക്കി കൊടുക്കുമ്പോൾ സെൻറ്റർ ഹോൾ വരുമല്ലോ, അപ്പോൾ കുറച്ച് കേക്ക് ഇങ്ങനെ അവിടെ ആ ഒരു ഭാഗം ചെറുതായ ഒരു ഫിനിഷിങ് കുറവുണ്ടാവും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് മറ്റേ മുകളിൽ വെക്കുന്ന കേക്ക് എത്ര ഗ്യാപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അവിടെ ഒരു നെട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നെട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോയിലുള്ള കാരണം ഇനി അവിടെ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. ഇനി താഴത്തേക്ക് ഇറങ്ങി വരില്ല, നമ്മൾ നല്ല ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇൻഡസ്ട്രിയിലോ അതുപോലെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലത്തെ പ്ലേറ്റ്. അതിന് ഞാനിവിടെ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നെറ്റിൻ്റെ മുകളിലായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നെറ്റിൻ്റെ മുകളിൽ ഇത് എന്താ പറയുക, ഈ ഒരു പ്ലേറ്റ് ഇളകി കളിക്കും, കാരണം അതിനെ ടൈറ്റാക്കി കൊടുക്കാൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു നെറ്റ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട്, അതായത് ഇളകൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഫുള്ളായിട്ടൊന്ന് ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് കാണുന്നത് ഫോയിൽ വെച്ചിട്ടുള്ള ആ ഒരു കവറിങ് ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള കേക്കിൽ 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കിനെ ഇതുപോലെ ബേസിൽ ഇറക്കി, അതായത് ആദ്യം ഞാൻ കാണിച്ചല്ലോ ബേസ് ഹോളാക്കിയിട്ടുള്ള ആ ഒരു ബേസിലേക്ക് കേക്കിനെ ഇറക്കി വെച്ചതിൻ്റെ ശേഷം ഞാൻ ആ കേക്കിനെ ഈ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നട്ടിൻ്റെ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഈ ഒരു ബേസിന് ഹോള് കൊടുക്കണം, എന്നാലേ ഈ ഒരു കറക്റ്റിന് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കേക്കിനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, നട്ടുമ്മൽ ഇരിക്കാത്ത രീതിയിൽ, നെറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറങ്ങിയിരിക്കണം ആ ഒരു രീതിയിൽ കേക്കിനെ പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ബേസ് ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ, അതൊന്ന് നമുക്ക് കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഡ്രസ്സുമേലൊക്കെ വെച്ച് കൊടുക്കണ ഒരു ലേസാണ്. അപ്പോൾ അത് ഞാനിതിൻ്റെ മുകളിലായിട്ട് മുകളിലും 2 കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വിപ്പിംഗ് ക്രീം അല്ലേ, അപ്പോൾ അവിടെ പ്രസ് ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ ബോൾട്ട് കാണുന്നുണ്ട്, അത് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കണം, എന്നാലും അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടെഡി ബിയറിനെ കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെഡി ബിയറിൻ്റെ ഒരു കൈ നമ്മൾ കുറച്ച് വലിയതാക്കിയിട്ട് കൊടുക്കുക. അപ്പം മുകളിലത്തെ കേക്കിന് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിൽ വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ടെഡി ബിയർ മേക്ക് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടെഡി ബിയറിന് അതുപോലെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കൈ കൊടുക്കുക കേട്ടോ, കുറച്ച് ആ ഒരു കേക്ക് പിടിച്ചിരിക്കുന്ന രീതിയിൽ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ടെഡി ബിയർ കുറച്ച് ചെരിഞ്ഞിരിക്കുന്ന രീതിയിൽ കേട്ടോ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിലുള്ള ബോൾട്ട് കാണരുത്, ആ രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ആ ഒരു സ്റ്റാൻഡ് കാണരുത് കേട്ടോ, ആ രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ടെഡി ബിയറിനെ നമ്മൾ കറക്റ്റ് സൈസിന് ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് സൈസിന് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുകളിലത്തെ ആ ഒരു നട്ടിട്ടിട്ട് നമ്മൾ പ്ലേറ്റ് കൊടുക്കണില്ല, അത് കറക്റ്റിനാക്കിയിട്ട് മുകളിലത്തെ കേക്കിനെ വെച്ച് കൊടുക്കുക കേട്ടോ. ആ രീതിയിൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ 2 ടെഡി ബിയറിനെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു വലുതും ഒരു ചെറുതും. പിന്നെ ഈ ടെഡി ബിയർ 3 ടെഡി ബിയർ കൊടുത്തിട്ടുള്ളതും സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ. സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ ടെഡി ബിയർ താഴെ വീഴും. പിന്നെ ഞാൻ കുറച്ച് ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള ബോൾസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചില ബോൾസിന് ഞാൻ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ചിലതിന് കൊടുത്തിട്ടില്ല, ആ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു കേക്കിൻ്റെ മുകളിലും താഴെയും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ബോൾസ് മാത്രമാണ് വേറെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ഇങ്ങനെയാണ്. മുകളിലായിട്ട് 2 ടെഡി ബിയറും പിന്നെ കുറച്ച് ബോൾസും, വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് ബോൾസ് ഉണ്ട്. പിന്നെ അതുപോലെ നെയിം ഫോണ്ടൻറ്റിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ താഴെ സെൻറ്ററിലായിട്ടും ബോൾസ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗ്രാവിറ്റി ഡിഫൈൻ കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ഡെലിവറി ചെയ്യാമെന്നാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ടയർ കേക്കൊക്കെ ഡെലിവറി ചെയ്യണ പോലെ ഇതുപോലത്തെ ഒരു ബോക്സിലായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സേഫായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ.
അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 1.5 കിലോനാണ്. അന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതിന് ജർമ്മൻ ഫോറസ്റ്റിലാണ് ഫസ്റ്റ് ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഓർഡറായിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഹണി നട്ട്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1.5 കിലോ ആണ് ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. ഇതായിരുന്നു ഞാൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. അതിൻ്റെ കുറച്ച് ലൈറ്റ് കളറാണ് ഇപ്പോൾ ഓർഡറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗ്രാവിറ്റി ഡിഫൈൻ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഈ ഒരു കേക്ക് നോർമൽ കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് എന്താ പറയുക റിസ്ക് ഉള്ളൊരു കേക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കണക്കാക്കണം. ഞാനിതിന് 1500 രൂപയാണ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, അതുപോലെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു ഡിസൈനുമായിട്ട് നമുക്ക് കാണാം. താങ്ക്